2025 ഏപ്രിൽ 26. പോപ്പ് ഫ്രാൻസിസ് യുഗത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് ആഗോള സഭാതനയർ തങ്ങളുടെ ആത്മീയ തലവന് നൽകിയ ആ യാത്രയയപ്പ് തിരുക്കർമ്മങ്ങൾ ലോകം മുഴുവനോടും പറയാതെ പറഞ്ഞ ചില സത്യങ്ങളുണ്ട്, ഓർമ്മപ്പെടുത്തലുകളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിനെ തലകീഴായി കുരിശിൽ തറച്ചു കൊന്നപ്പോൾ ക്രിസ്തുവിനും അവിടുത്തെ അനുയായികളായ ക്രിസ്ത്യാനികൾക്കും ലോകത്തിൽ അന്ത്യം കുറിക്കുകയാണ് താൻ എന്നും സഭ പിച്ചവെച്ചു തുടങ്ങും മുൻപേ അതിനെ ഇല്ലാതാക്കാൻ തനിക്ക് സാധിച്ചുവെന്നും നനച്ച അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന നീറോ ചക്രവർത്തിക്ക് കണക്കുകൂട്ടലുകൾ പാടെ പിഴച്ചുപോയി. സഭയുടെ ആദ്യ തലവന്റെയും ആദിമസഭയുടെയും രക്തം വീണ് കുതിർന്ന അതേ മണ്ണിൽ സഭ തഴച്ചു വളർന്നു. സഭയെ വേരോടെ പിഴുതുമാറ്റാൻ ശ്രമിച്ച നീറോ ഉൾപ്പെടെയുള്ള ചക്രവർത്തിമാരും അവരുടെ റോമൻ സാമ്രാജ്യവും പാടെ അപ്രത്യക്ഷമായി. പക്ഷേ സഭ നിലനിൽക്കുക മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നീറോയുടെ പിൻഗാമികളിൽ ഒരാളായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതേ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ പ്രഖ്യാപിച്ചു. വിശുദ്ധ പത്രോസിന്റെ രക്തം വീണ അതേ മണ്ണിൽ നീറോയുടെ സിംഹാസനം തകർന്ന് മണ്ണടിഞ്ഞപ്പോൾ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഒളിമങ്ങാതെ പ്രൗഢോജ്വലമായി നിലകൊള്ളുകയാണ്. വിശുദ്ധ പത്രോസിന്റെ രക്തസാക്ഷിത്വം അനുസ്മരിപ്പിച്ച് വത്തിക്കാൻ ചത്വരത്തിൽ വാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒബെലിസ്ക് എന്ന പുരാതന ചരിത്ര സ്മാരകത്തിനു ചുറ്റും ഏപ്രിൽ 26-ാം തീയതി തടിച്ചുകൂടിയ വിശ്വാസി സമൂഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അതുതന്നെയാണ്. ഏകദൈവത്തിലും ഏക വിശ്വാസത്തിലും ഏക മാമോദീസായിലും ഐക്യപ്പെട്ട ലോകമെങ്ങുമുള്ള ദൈവജനവും അവരുടെ സഭാപിതാക്കന്മാരും സഭയുടെ രാജകുമാരന്മാരും വൈദികരും സന്യസ്തരും ആത്മായിരം അടങ്ങുന്ന ലക്ഷക്കണക്കിന് സഭാമക്കൾ തങ്ങളുടെ 266-ാം മാർപ്പാപ്പയെ, അതായത് വിശുദ്ധ പത്രോസിന്റെ 265-ാം പിൻഗാമിയെ കൈയടികളോടെ സമാധാനത്തോടെയുള്ള നിത്യവിശ്രമത്തിനായി ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയപ്പോൾ അത് സാക്ഷ്യം വഹിക്കാൻ ലോകമെമ്പാടുമുള്ള ഉന്നത സ്ഥാനീയരും രാഷ്ട്ര നേതാക്കളും സന്നിഹിതരായിരുന്നു. ആഗോള മാധ്യമങ്ങൾ ഏറ്റെടുത്തതും ഏറ്റവും ചെറിയ രാഷ്ട്രങ്ങളിലൊന്നായ വത്തിക്കാനിലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ എത്തിച്ചതുമായ ആ ചടങ്ങുകൾ പ്രഖ്യാപിച്ചത് യുഗാന്ത്യത്തോളമുള്ള സഭയുടെ അനശ്വരതയായിരുന്നു. ഭൂവാസികൾ അടങ്ങുന്ന സമരസഭ തങ്ങളുടെ വലിയ ഇടയനെ സ്വർഗവാസികളടങ്ങുന്ന വിജയസഭയുടെ മാധ്യസ്ഥ്യം തേടി തങ്ങളുടെ ശിരസ്സായ ക്രിസ്തുവിന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സമർപ്പിച്ചപ്പോൾ അത് കർത്താവ് തന്റെ സഭയ്ക്ക് നൽകിയ ആ വാഗ്ദാനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ആകുകയായിരുന്നു. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന മാറ്റമില്ലാത്ത വചനത്തിന്റെ. വിശുദ്ധ പത്രോസിനെ സഭയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നലെ ലോകം മുഴുവന്റെയും മുന്നിൽ ഉറപ്പിക്കപ്പെടുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതെ, ആദ്യ മാർപ്പാപ്പയെ ഇല്ലാതാക്കി സഭയെ പിഴുതെറിയാൻ ശ്രമിച്ച അതേ സ്ഥലത്ത് 2025 ഏപ്രിൽ 26-ാം തീയതി സഭയുടെ 266-ാം മാർപ്പാപ്പയ്ക്ക് ലോകം ആദരപൂർവമായി വിട ചൊല്ലിയപ്പോൾ അത് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയുടെ സമ്പന്നതയുടെ പ്രകടന വേദിയായി പരിണമിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന ദൗത്യം തുടരാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അജപാലന നേതൃത്വത്തിന് കീഴിൽ ക്രിസ്തു ശിരസ്സായുള്ള അവിടുത്തെ മൗതിക ശരീരമായി സഭ എക്കാലവും നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് ലോകത്തോട് പ്രഘോഷിക്കുകയായിരുന്നു.